വലിയൊരു പൂപ്പാടം കാണാൻ മലയാളികൾക്ക് ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ പോകേണ്ട. വയനാട്ടിലെ കേണിച്ചിറയിലെത്തിയാൽ മതി. ബത്തേരി സ്വദേശികളും ലയൺസ് ക്ലബിലെ സുഹൃത്തുക്കളുമായ 10ഓളം പേരാണ് കേണിച്ചിറയിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഓണവിപണിയിൽ ആവശ്യക്കാരേറെയുള്ള മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിയാണ് കൂടുതലായി വിളഞ്ഞിട്ടുള്ളത്. വളർന്നു വരുന്ന യുവാക്കൾ, കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ 10-11 ബിസിനസ്സുകാർ ചേർന്നിട്ട് ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞത്. എന്തായാലും ഇത് വളരെ ലാഭകരമായിട്ട് തന്നെയാണ് പോകുന്നത്. കനത്ത മഴയുണ്ടായിട്ട് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും വളരെ മനോഹരമായ രീതിയിൽ ചെണ്ടുമല്ലിത്തോട്ടം വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഒരുപാട് യുവാക്കൾ ഇതുപോലെയുള്ള കൃഷികളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. തുടർന്നും മറ്റു തരത്തിലുള്ള പലതരം കൃഷികളിലേക്ക് ഈ സ്ഥലം ഉപയോഗിക്കാനും ഇത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളുടെ ഈ കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിലും മികച്ച വിളവാണ് ഇവർക്ക് ലഭിച്ചത്. എന്നാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് വയനാട്ടിൽ ഇത്തവണ ആഘോഷ പരിപാടികളില്ല. ഇത്തവണ ദുരിതബാധിതർക്ക് ഒപ്പം കൂടി ഓണം ആഘോഷിക്കാനാണ് ഇവരുടെ തീരുമാനം. ദുരന്തബാധിതർക്ക് സൗജന്യമായി പൂക്കൾ എത്തിച്ചു നൽകാനുള്ള ആലോചനയിലാണ് ഇവരിപ്പോൾ. അതേസമയം പൂക്കൾ കാണാനും സെൽഫി എടുക്കുവാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. സമയത്ത് തന്നെ പിന്നീട് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അത് കൃത്യമായി ഓണ സമയത്ത് തന്നെ ആ വിളവെടുപ്പിൽ എത്തിക്കാൻ വേണ്ടി അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും പൂവിന് ഏകദേശം വേണ്ടത് ഒരു 60 ദിവസമാണ് ഇതിന് കാലാവധി ഉള്ളൂ. ഞാൻ പറയുന്നത് കൂടുതൽ കർഷകർ ഇതേപോലത്തെ വെറൈറ്റി കൃഷിയിലോട്ട് വന്ന് നമ്മുടെ ടൂറിസം പുരോഗമിക്കണം, അതോടൊപ്പം കർഷകർക്കും ഒരു വരുമാനം കിട്ടുന്ന പരിപാടികളിലോട്ട് വരണം. വിളവെടുപ്പ് വിജയമായതിനാൽ വരും കാലങ്ങളിലും പൂക്കൃഷി നടത്താനാണ് ഈ കൂട്ടായ്മയുടെ തീരുമാനം. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.